Hello, welcome to Rich Chart Talks. Hi everyone, it's me Rahul. Welcome to Rich Chart Talks. നമ്മൾ എന്നും അനാലിസിസ് ആണ് ചെയ്യാറുള്ളത്. അനാലിസിസ് വീഡിയോ, നിഫ്റ്റി സ്റ്റോക്സ് അങ്ങനെ കൂടുതലായിട്ട് ഞാൻ ചെയ്യാറില്ല. ഇൻട്രാഡേ സ്റ്റോക്സ് കാരണം നമുക്ക് എന്നും നിഫ്റ്റിയിൽ നല്ല എൻട്രീസ് ഉണ്ടാവണം നമുക്കില്ല. കാരണം ഇപ്പോൾ 2-3 ഡേയ്സ് നമ്മൾ കണ്ടിന്യൂസ് ഒരു എൻട്രിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. ബട്ട് ഇന്നാണ് എൻട്രി വന്നത്. ഏകദേശം 2-3 ദിവസമായിട്ട് വെയിറ്റ് ചെയ്തു. സോ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പം ഡെയിലി ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല സ്റ്റോക്ക് കിട്ടണേ, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ക്യാഷ് മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു സ്റ്റോക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ നല്ലൊരു ആവറേജ് ഇൻകം നമുക്ക് അതിൽ ജനറേറ്റ് ചെയ്യാൻ കഴിയും. അപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഇഷ്യൂസ് ആണ് എങ്ങനെയാണ് സ്റ്റോക്സ് കണ്ടുപിടിക്കുക, എങ്ങനെയാണ് സ്വിംഗ് ട്രെൻഡ് സ്റ്റോക്ക് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഇൻട്രാഡേ സ്റ്റോക്ക് കണ്ടുപിടിക്കുക. ഒരുപാട് സ്കാനേഴ്സ് ഒക്കെ ഉണ്ട്. ബട്ട് ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്കാനർ ഉണ്ട്, സ്റ്റോക്ക് എഡ്ജ്. ഞാനിപ്പം നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അത് വളരെ നല്ല ഒരു സ്കാനറാണ്. അത് നമുക്ക് ഹൈ വോളിയം സ്റ്റോക്സ് കുറച്ച് ബാക്കി സ്കാനറിനെക്കാട്ടി കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആണ്. പ്രീമിയം വേർഷൻ ഉണ്ട് അതിന്, പക്ഷേ ഫ്രീ വേർഷനും ഉണ്ട്. ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എൻ്റെ ഒരു പെയ്ഡ് വേർഷനും ഉണ്ട്, രണ്ടും ഉണ്ട് എൻ്റെ കയ്യിൽ. സോ നമുക്ക് അതിനകത്ത് രാവിലെ തന്നെ ഏത് സെക്ടറാണ് അപ്പ്, ഡൗൺ ഏതാണ് ഗെയിനർ, ലൂസർ, ഈ സാധനങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. പിന്നെ അതിനകത്ത് നമുക്ക് കോമ്പിനേഷൻ സ്കാൻസ് ഉണ്ടാക്കാൻ പറ്റും. നല്ല നല്ല സ്കാൻസ്. ഞാൻ ഒരു സ്കാൻസും ഉണ്ടാക്കി കാണിച്ചു തരാം നിങ്ങളെ, എങ്ങനെയാണ് സ്കാൻ ഉണ്ടാക്കുന്നത്, ഒരു സ്കാനർ എങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ റിസൾട്ട്സ് കാണാൻ പറ്റും ഇതിനകത്ത്. പിന്നെ അതിനകത്ത് ഇതിൻ്റെ ഉള്ളിൽ വേറെ ലാസ്റ്റ് വീക്ക് പെർഫോം ചെയ്ത സെക്ടർ ഏതൊക്കെയാണ്, ഈ മാസം ഏത് സെക്ടറാണ് നല്ലോണം പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിൽ കാണാൻ പറ്റും. സോ ഇത് ഒരു പെയ്ഡൊന്നും അല്ല, ഞാൻ തന്നെ നേരത്തെ പ്രീമിയം പെയ്ഡ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഞാൻ നോക്കാറ്. ബട്ട് എനിക്കറിയുന്നൊരു നോളജ് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രോ ടുഗദർ അല്ലേ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ക്യാഷ് ഉണ്ടാക്കാം. സോ അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളത് പരിചയപ്പെടുത്തി തരാം. സോ ലെറ്റ്സ് ഗോ ടു വീഡിയോ. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഞാൻ ഇപ്പം നിഫ്റ്റിയുടെ ഓൾറെഡി അനൗൺസ് ചെയ്തൊരു വീഡിയോ ഇട്ടിരുന്നു. ബട്ട് ജസ്റ്റ് ഒന്നും കൂടെ ലെവൽസ് ക്ലിയർ ആയിട്ട്, ആക്ച്വലി വേറെ എൻ്റെ മെയിൻ ഒരു ഇഷ്യൂ എന്താ വെച്ചാൽ, ഞാൻ അത് ഇന്ത്യയിലല്ല, ഞാൻ US-ലാണ് ഉള്ളത്. അതുകൊണ്ട് എനിക്ക് ടൈം ഒരു ഫാക്ടറാണ്. അതാണ് നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ആകുന്നത് ലേറ്റ് ആവുന്നത്. എന്നോട് പറയാറുണ്ട് ആൾക്കാർ, വീഡിയോ ഒരു 7 മണിക്ക് മുന്നേ ഇന്ത്യയിൽ സമയം വൈകുന്നേരം അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ആക്ച്വലി ഞാൻ രാത്രി 2-2:30-3 മണിക്കാണ് കിടന്നുറങ്ങുന്നത്. പിന്നെ ഞാൻ എഴുന്നേക്കും ഒരു 8-9 മണി ഞാൻ എഴുന്നേക്കും. പിന്നെ അപ്പം തന്നെ ഇന്ത്യയിൽ ഏകദേശം രാത്രി 8 മണിയായിട്ടുണ്ടാവും. എൻ്റെ രാവിലെ ആകുമ്പോൾ എൻ്റെ ഒരു മോർണിംഗ് 8-9:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ഇന്ത്യയിൽ ഏകദേശം രാത്രി 10 o'clock ആയിട്ടുണ്ടാവും. അതാണ് വീഡിയോ ചെറിയൊരു ഡിലേ വരുന്നത്. സോ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നവർക്ക്. സോ ലെറ്റ്സ് ഗോ ടു ദ സ്റ്റാർട്ട്. ജസ്റ്റ് നിഫ്റ്റിയിൽ പോയിട്ട് നമുക്ക് സ്റ്റോക്കിലോട്ട് പോകാം. ഓക്കെ, എഡ്ജിലോട്ട് പോകാം. സ്റ്റോക്ക് എഡ്ജ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് ഓൾറെഡി ഞാൻ നിഫ്റ്റി അനൗൺസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് ലെവലൊക്കെ വരച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ആഡ് ചെയ്യുന്നത്. സോ നമുക്ക് രാവിലെ നമ്മൾ അനൗൺസ് ചെയ്ത വീക്കിലി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. വീക്കിലി നമ്മൾ ലാസ്റ്റ് വീക്ക് വരച്ചിട്ടുണ്ടായിരുന്നല്ലോ. ലാസ്റ്റ് വീക്കിന് ലോ വരച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ വീഡിയോയിൽ, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു സിസർ ടോപ്പ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ഒക്കെ പോലത്തെ ഒരു ലാസ്റ്റ് വീക്കിലെ 2 വീക്കിന്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ടൊരു ഫോൾ തരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒന്ന് മുകളിലോട്ട് പോയിട്ട് ഇന്ന് താഴെ ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഫർദർ സെല്ലിംഗ് നമുക്ക് നോക്കാം എങ്ങനെയാണ് വീക്കിലിയിൽ. അതാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ 20 EMA. ഓക്കെ, നമുക്ക് ഈ ഇതൊന്ന് ആഡ് ചെയ്യാം. ഇത് 20 EMA ആണ്. ഓക്കെ, 20 EMA യിലാണ് ഇപ്പോൾ സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. ഇത് ബോളഞ്ചർ ബാൻഡ് ആണ്. ബാൻഡിന്റെ നടുക്കത്തെ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് 20 EMA ആണ്. ഓക്കെ, അപ്പൊ 20 EMA ആണ് ഡെയിലി സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. സോ ഇവിടുന്ന് ഫർദർ ഫോൾ ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ 25,450 ഈ റേഞ്ചിലോട്ട് മാർക്കറ്റ് എന്തായാലും വരും. ഈ റേഞ്ച് ഏതാണെന്ന് അറിയാലോ. ഈ റേഞ്ച് ഈ ഒരു മേജർ സപ്പോർട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് സപ്പോർട്ട് അപ്പോൾ നിഫ്റ്റിക്ക് ഇവിടെ കാണുന്നുള്ളൂ. സോ അത് നിങ്ങളോട് കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഞാൻ ഒന്നും കൂടെ എടുത്ത് കാണിച്ചത്. പിന്നെ 1 hourലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇത് ഓഫാക്കി കഴിഞ്ഞാൽ BB ഓഫാക്കാം. BB ഓഫാക്കി കഴിഞ്ഞാൽ സോ ഈ ഒരു നല്ലൊരു ഏരിയ, വലിയ സപ്പോർട്ട്സ് ഒന്നും ഇവിടെ ഒന്നും 1 hourലില്ല. പിന്നെ ട്രെൻഡ് ലൈനും ഈ സപ്പോർട്ടും ഹൊറിസോണ്ടൽ
സപ്പോർട്ടൊക്കെ വരുന്നത് ഈ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇടയിൽ വലിയ സപ്പോർട്ട്സ് ഒന്നുമില്ല. അപ്പം മൺഡേ ജസ്റ്റ് ഒന്ന് റൈസ് മുകളിലോട്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ പൊസിഷൻ ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു റൈസ് മുകളിലോട്ട് ഇനി മേ ബി വരികയാണെങ്കിൽ സെൽ ഓൺ റൈസ് നോക്കുക. ഓക്കെ, അതായത് 25,700 മുകളിൽ സ്ട്രോങ് ക്ലോസ് വന്നില്ലെങ്കിൽ ഡൗൺ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ 25,700 മുകളിൽ ഈ ഒരു ഏരിയയിൽ ഈ ഒരു സോൺ, ഓക്കെ, ഈ ഒരു സോണിൽ ഒരു ഒന്ന് മുകളിലോട്ട് കയറുകയാണെങ്കിൽ അവിടുന്ന് സെല്ല് ചെയ്യാൻ നോക്കുക. ഓക്കെ, പിന്നെ ഇതെല്ലാം ഞാൻ ടെലഗ്രാം ചാനലിൽ ലൈവ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. എവിടുന്നാണ് സെല്ല് ചെയ്യേണ്ടത്, പ്രീമിയം എന്താണ്, നമുക്ക് ഞാൻ അതിനകത്ത് കണ്ടിന്യൂസ് ഉണ്ടാവും, ലൈവ് ആയിരിക്കും ഇതിനകത്ത്. സോ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാവും. സോ അതിൽ പോയിട്ട് അതിൽ ജോയിൻ ചെയ്യാം. സോ പിന്നെ നമുക്ക് സ്റ്റോക്സ്, ഞാൻ വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം നിങ്ങൾ ആ സ്റ്റോക്ക് എഡ്ജ് എന്ന് പറഞ്ഞ ആ ഒരു ഇത് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആ ഒരു പ്ലാറ്റ്ഫോം. നമുക്ക് കുറച്ച് അടിപൊളിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും സ്റ്റോക്സ് എല്ലാം. സോ നമുക്ക് അങ്ങോട്ട് പോവാം. ഹായ്, ഓക്കെ, തുറന്നിട്ടുണ്ട് ഗൂഗിൾ. അപ്പോൾ ഗൂഗിളിൽ വന്നിട്ട് നിങ്ങൾ സ്റ്റോക്ക് എഡ്ജ് ഉണ്ടോ, സ്റ്റോക്ക് എഡ്ജ് എന്ന് സെർച്ച് ചെയ്യാം. സ്റ്റോക്ക് എഡ്ജ്, സോ STOCKEDG. ഓക്കെ, സ്റ്റോക്ക് എഡ്ജ് ഓപ്പൺ ചെയ്യും. എന്നിട്ട് സ്റ്റോക്ക് എഡ്ജ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ഓപ്പൺ ആവും. അപ്പം ഇതിപ്പോൾ എനിക്ക് ഓൾറെഡി ഇതിനകത്ത് അക്കൗണ്ട് ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, സോ ലോഗിൻ ചെയ്യുക. അതിനകത്ത് ഗൂഗിൾ വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. എന്നിട്ട് മാർക്കറ്റ്സ് എന്ന് പറഞ്ഞ സൈറ്റിൽ പോകാം. മാർക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം മാർക്കറ്റ് ഹോംസ് ഇങ്ങനെ ഓപ്പൺ ആവും. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആകുമ്പോൾ തന്നെ രാവിലെ നമുക്ക് ഇവിടെ അഡ്വാൻസ് ഡിക്ലൈൻസ് കാണാൻ കഴിയും. നിഫ്റ്റി 500 എത്ര അഡ്വാൻസും ഡിക്ലൈൻസും കാണാൻ കഴിയും. നിഫ്റ്റി ബാങ്കിൽ എത്ര അഡ്വാൻസ് ഡിക്ലൈൻസ് കാണാൻ കഴിയും. സോ ഇപ്പം തന്നെ ഇങ്ങനൊരു ഫോർമാറ്റ് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇന്ന് മാർക്കറ്റ് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. മെജോറിറ്റി സ്റ്റോക്സ് എല്ലാം ഡൗൺ ആണ്. സോ ഇന്ന് ഒരു സൈഡ് വേസ് ടു ബിയറിഷ് ആയിരിക്കും മാർക്കറ്റ്. നമുക്കൊരു ഐഡിയ കിട്ടും മാർക്കറ്റിൽ എന്താണ്. അപ്പം പിന്നെ വേറെ FIA DI സെല്ലിങ്സ് എന്തൊക്കെയാണ് ലാസ്റ്റ് ദിവസത്തെ കണ്ടോ. ഇത് FIA DISന്റെ സെല്ലിങ്സ് എന്തൊക്കെയായിരുന്നു. ഇന്ന് FIA ക്യാഷ് മാർക്കറ്റിൽ 1,067 കോടി രൂപയുടെ സെല്ലിങ് ചെയ്തു. DI 1,200 കോടിയുടെ മേടിച്ചു. FIA ഇൻഡെക്സിൽ ഫ്യൂച്ചറിൽ 2,000 കോടി സെല്ല് ചെയ്തു. ഓക്കെ, സോ ഈ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കിട്ടും. ഓരോ ദിവസത്തെ ഡീറ്റെയിൽസ് അവിടെ ഇവിടെ കിട്ടും. പിന്നെ ഇൻഡെക്സിൽ പോയി കഴിഞ്ഞാൽ, ഇതിൽ പോയി കഴിഞ്ഞാൽ രാവിലെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഗെയിനർ, ഓക്കെ, ഏതൊക്കെ ഇൻഡെക്സ് ആണ് ഗെയിനർ, ഏതൊക്കെയാണ് ലൂസർ, ഇതെല്ലാം ഇവിടെ കാണാൻ പറ്റും. ലൂസർ ആരൊക്കെയാണ്. മേജർ ഇൻഡെക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേജർ ഗെയിനർ ആരൊക്കെയാണ്. ഓക്കെ, നിഫ്റ്റി 50 ലൂസർ ആയിരുന്നു. ഓക്കെ, നിഫ്റ്റിയുടെ രാവിലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടും. എല്ലാ ഇത് ഫുൾ ഡൗൺ ആണ്. സോ ഇന്ന് മാർക്കറ്റും ഡൗൺ ആവും എന്നുള്ള പ്രീ മാർക്കറ്റിൽ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ലൂസർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ്, ഓരോ സ്റ്റോക്സിന്റെ ന്യൂസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് അറിയാൻ പറ്റും. അദാനി എന്റർപ്രൈസസ് റിപ്പോർട്ട്സ് 84 പോയിന്റ് ജംപ് ഇൻ Q2 കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് എക്സ്പാൻഡ് പാർട്ണർഷിപ്പ് വിത്ത് മൊറിസോൺസ്. അങ്ങനെ ന്യൂസ് കാണാൻ പറ്റും, കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അനൗൺസ്മെന്റ്സ് എന്തൊക്കെ, ഏതെങ്കിലും കമ്പനിയുടെ അനൗൺസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരൊറ്റ ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, ഇത് ഞാൻ അധികം ആൾക്കാർ ഇങ്ങനെ നമ്മുടെ മലയാളി പ്രേക്ഷകരോട് പറഞ്ഞു തരുന്നത് കണ്ടിട്ടില്ല. ഓക്കെ, സോ അതാണ് ഞാനിത് ഈ ഒരു സാധനം ചെയ്തത്. നിങ്ങൾ വളരെ ഉപകാരപ്പെടും ഈ സംഭവം. പിന്നെ രാവിലെ വന്നിട്ട് ഈ ട്രെൻഡിങ് സ്റ്റോക്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലത്തെ ട്രെൻഡിങ് ഏതൊക്കെയാണെന്ന് മനസ്സിലാവും. ഇന്നത്തെ ക്യാഷ് മാർക്കറ്റിലെ ട്രെൻഡിങ് സ്റ്റോക്സ്, അതായത് 3M ഇന്ത്യ ലിമിറ്റഡ്. ഇവിടെ തന്നെ നമുക്ക് ഇതിന്റെ ചാർട്ട് ക്ലിക്ക് ചെയ്താൽ ഇതിന്റെ ചാർട്ട് ഇവിടെ തന്നെ കിട്ടും. ഓക്കെ, സോ ഇന്നത്തെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് സ്റ്റോക്സ്, ഇതിന്റെ ചാർട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാർട്ട്സ് വരും. ഏകദേശം കണ്ടോ നല്ലൊരു മൂവ്മെന്റ് നടത്തിയിട്ടുണ്ട്. സോ ഇതല്ല നിങ്ങൾ നിഫ്റ്റി 50 ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇത് ചെയ്യാം. ഇതിനെല്ലാം നമുക്ക് ഫിൽട്ടർ ചെയ്യാം. അപ്പം F&O സ്റ്റോക്സ് മാത്രം മതി. ഇപ്പം F&O ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഹിറ്റാച്ചി എനർജി ലിമിറ്റഡ് ഏകദേശം 14% ആണ് ചേഞ്ച് വന്നിട്ടുള്ളത്. അതായത് 2,000 രൂപ കയറിയിട്ടുണ്ട് ഈ സാധനം. ഇത് രാവിലെ കണ്ടായിരുന്നു, ബട്ട് എൻട്രി എടുത്തിട്ടില്ല. ഡാബർ ഇന്ത്യ ലിമിറ്റഡ്, ഓക്കെ, ഡെലിവറി, ഇൻഡസ് ടവർ, ഇന്ന് നമ്മൾ ഷെയർ ചെയ്ത ടൈറ്റാൻ കമ്പനി, ഓക്കെ, മാക്സ് ഫിനാൻഷ്യൽ, ഇവർ ഇത്രയും സ്റ്റോക്സ് ഇന്നൊരു ഗെയിനർ സ്റ്റേജിൽ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലൂസർ സ്റ്റേജിലോട്ട് പോകാം. ഇത് ബോർഡർ മാർക്കറ്റ് ലൂസർ ആയതുകൊണ്ട് ലൂസറിലോട്ട് പോയി കഴിഞ്ഞാൽ ഹീറോ മോട്ടോകോപ്പ് തുറന്നു നോക്കി അറിയാം ഹെവി ഫാളാ വന്നിട്ടുള്ളത്. NCC, സോളാർ,
ഭാരത് ഡൈനാമിക്സ്, ഇതെല്ലാം നല്ല രീതിയിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടുന്ന് നമുക്ക് ഇങ്ങനെയുള്ള സ്റ്റോക്സിനെ കണ്ടുപിടിക്കാം. അതല്ല നിഫ്റ്റി 50 മാത്രം മതി. ഓക്കെ, നിഫ്റ്റി 50 മാത്രം ഗെയിനർ ആരാ നോക്കുക. ഓൺലി വൺ ആൻഡ് ഓൺലി ടൈറ്റാൻ കമ്പനി നമ്മൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ടൈറ്റാൻ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഇവിടെ വന്ന് രാവിലെ ഇത് എടുക്കാൻ സമയമില്ലെങ്കിൽ എൻ്റെ ടെലഗ്രാമിൽ നിങ്ങൾ ജോയിൻ ആവുക. ടെലഗ്രാമിൽ ഞാൻ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അതിനകത്ത് ഈ സ്റ്റോക്കൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ ഇത് ഇവിടെ വന്ന് നോക്കി പിന്നെ ട്രേഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് പാടായിരിക്കും. അതിനൊരു സിംപ്ലിസിറ്റി. ഇപ്പം നിങ്ങൾക്ക് നമുക്ക് എല്ലാം പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കിട്ടാവുന്ന അതാണല്ലോ, നമുക്ക് പെട്ടെന്ന് ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ എടുക്കാൻ പറ്റും. ഇത് പോയി വരുമ്പോൾ നിങ്ങൾക്ക് ടൈം, അപ്പം അതിന് നമ്മൾ ടെലഗ്രാം വന്ന് ജോയിൻ ചെയ്യുക. അതിനകത്ത് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഏത് കമ്പനിയാണെന്ന് അപ്പിലുള്ളത് അതിനകത്ത് നമുക്ക്, എന്നിട്ട് അവിടെ നമുക്ക് ട്രേഡ് ഒരുമിച്ച് എടുക്കാം. ഓക്കെ, ലൂസറിൽ നോക്കിക്കഴിഞ്ഞാൽ പവർഗ്രിഡ് ഇന്ന് ലൂസർ ആയിരുന്നു, കോൾ ഇന്ത്യ ലൂസർ ആയിരുന്നു, എറ്റേണൽ, ടാറ്റ മോട്ടോഴ്സ്, അതായത് ഏകദേശം 3 to 2% ഓളം വീണ സ്റ്റോക്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ലൈവിൽ ഇത് ലൈവ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും ഇതിനകത്ത്. അതല്ലാതെ FIA ആക്ടിവിറ്റീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സെക്ടർ, ഓക്കെ, സെക്ടറിന്റെ ആവശ്യമില്ല നമുക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ അനലിറ്റിക്സിൽ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് എഡ്ജ് റിപ്പോർട്ട്സ് കിട്ടും. എഡ്ജ് റിപ്പോർട്ട്സ്, ഓക്കെ, എഡ്ജ് റിപ്പോർട്ട്സിൽ വീക്ക്ലി നവംബർ ഈ ആഴ്ച, അതായത് ഈ ആഴ്ച ബ്രേക്ക്ഔട്ട് തരാൻ പോകുന്ന സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. സോ ഇതിനകത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഭാരത് ഡൈനാമിക്സ് ഒരു ബ്രേക്ക്ഔട്ടിലോട്ട് വരികയാണ്. അതായത് 426 ബ്രേക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കപ്പ് പാറ്റേൺ ബ്രേക്ക്ഔട്ടിലോട്ട് വരികയാണ്. സോ ഇത് നിങ്ങളുടെ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാം. ഭാരത് ഇലക്ട്രോണിക്സ്, ഓക്കെ. നെസ്ലെ ഇന്ത്യ ഒരു ഫ്ലാഗ് ആൻഡ് പോൾ ബ്രേക്ക്ഔട്ടിലോട്ട് വരികയാണ്. ഓക്കെ, ഏകദേശം 1271 ഈ ഒരു ഏരിയയിലാണ്. ഓക്കെ, ഇതിന്റെ മുകളിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് എവിടുന്നാണ് ബ്രേക്ക്ഔട്ട് എടുക്കേണ്ടത്. ഓക്കെ, വെൻ സസ്റ്റെയിൻഡ് അബോ 1310 മുകളിൽ മാർക്കറ്റ് അത് ക്ലോസ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിനകത്തൊന്ന് നമ്മൾ എൻ്റർ ചെയ്യാം. നമ്മുടെ എവിടുന്നാണ് എക്സിറ്റ് ചെയ്യേണ്ടതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1440, ഓക്കെ, 1230 താഴെ പോവുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ആണ് ഇത് ടാർഗറ്റ് ആണ്. സോ അതേപോലെ തന്നെ ഇതിനകത്തും കൊടുത്തിട്ടുണ്ട് 436 എൻട്രി ചെയ്യാം. 515 ടാർഗറ്റ്. ഓക്കെ, വെറും 36 പോയിന്റ് താഴെ സ്റ്റോപ്പ് ലോസ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടും. ഇതെല്ലാം ഞാൻ ഷെയർ ചെയ്യാം. ഈ റിപ്പോർട്ടെല്ലാം ഞാൻ നമ്മുടെ അതിനകത്ത് ഷെയർ ചെയ്യാം. എല്ലാ വീക്കിലും നിങ്ങൾക്ക് കയറിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എൻ്റെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മാത്രം മതി, നമുക്കത് എടുക്കാം. പിന്നെ അതല്ലാതെ അടുത്ത റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ടോപ്പ് കമ്പനി നിയർ ബ്രേക്ക്ഔട്ട് ലെവൽ. 5 കമ്പനി ബ്രേക്ക്ഔട്ട് ലെവലിലുള്ള. ഓക്കെ, ഒന്ന് ഡെലിവറി 490 ആണ് കീ ലെവല്. ഓക്കെ, എംആൻഡ് 3724 കീ ലെവല്. MCX ഒരു ബ്രേക്ക്ഔട്ടിലാണ്. ആനന്ദ് റാത്തി വെൽത്ത് ബ്രേക്ക്ഔട്ടിലാണ്. കൽപ്പാട്ടറു പ്രൊജക്ട്സ് ഇതൊരു ബ്രേക്ക്ഔട്ടിലാണ്. സോ ഇത് ഞാൻ നമ്മുടെ ടെലഗ്രാമിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ അവിടെ വന്നിട്ട് നോക്കിയാൽ മതി. ഇതെല്ലാം ഞാൻ അവിടെ ഷെയർ ചെയ്യാം, ഈ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ. സോ സെക്ടർ റൊട്ടേഷൻ ഇപ്പം ഏറ്റവും കൂടുതൽ, അതായത് RS55, RSI 50, SMA 20, 50, 100 ഇതിന്റെ മുകളിൽ ട്രേഡ് ചെയ്യുന്ന സെക്ടർ ഏതാന്ന് വെച്ചാൽ ഇപ്പം ക്രൂഡ് ഓയിൽ ആണ്. അതായത് ഓയിൽ സെക്ടറുള്ള സ്റ്റോക്സ് നിങ്ങൾ നോക്കുക. അതായത് BPCL അങ്ങനെയുള്ള സ്റ്റോക്സുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പം ഇതിനകത്ത് നമുക്ക് നോക്കാം. ഇതിനകത്ത് എനിക്ക് നോക്കട്ടെ, ഇല്ല, ഇതിനകത്ത് എനിക്ക് എടുക്കാൻ കഴിയില്ല. ഗെയിനർ കിട്ടുമോ നോക്കാം. ഗെയിനർ, ഓക്കെ, ഗെയിനർ ഇതിനകത്തെ ഇന്ത്യൻ ഓയിൽ ഗെയിനറാണ്, ഹിന്ദുസ്ഥാൻ ഓയിൽ ഗെയിനറാണ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം, ചെന്നൈ പെട്രോളിയം, ഏഷ്യൻ എനർജി സർവീസ്, ഇതൊക്കെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, ഒപ്പം ഓയിൽ സെക്ടർ ഓൾറെഡി ബുള്ളിഷിൽ പോകുന്നുണ്ട്. ഇതൊക്കെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് നല്ലൊരു എൻട്രി വരുമ്പോൾ നോക്കുക. ഞാനും ഇതിന്റെ ഈ സ്റ്റോക്കുകളൊക്കെ ഷെയർ ചെയ്തിട്ട് സ്റ്റഡി ചെയ്തിട്ട് നമ്മുടെ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നിഫ്റ്റിയുടെ ടൈമിൽ നമുക്ക് ഇത് അപ്ഡേറ്റ് ചെയ്ത് ഞാൻ നമ്മുടെ വീഡിയോസിൽ ഞാൻ ഇടാം. ബട്ട് ഇത് ടെലഗ്രാമിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇത് നിങ്ങൾ അതിനകത്ത് നോക്കുക. ഓക്കെ, ഇതിന്റെ സ്കോർ, ഓക്കെ, ലാസ്റ്റ് 1 മന്തിൽ 75, 73, 72, 6 മന്ത് ഇതിന്റെ സ്കോർസ് ആണ്. ഓക്കെ, എല്ലാം നല്ല സ്കോറാണ് ഉള്ളത്. ടെക്നിക്കൽസ് നോക്കിക്കഴിഞ്ഞാൽ ടെക്നിക്കൽസ് എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. എൻ്റെ പ്രീമിയം ഇല്ല, പ്രീമിയം ഇല്ല. ഓക്കെ, ഇതിന്റെ ആവശ്യമില്ല, നമുക്ക് പ്രീമിയം എടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കയ്യിൽ ഇതിന്റെ ബേസിക് പ്ലാൻ ഉണ്ട്, അത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ അത് വെച്ചിട്ട് നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ
വേറൊരു കാര്യം, ഓക്കെ, ഇത് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് സ്റ്റോക്സ് ആണ്. ഓക്കെ, കുറച്ച് സ്കാനറാണ്. മൊമെന്റം ബെയറിഷ് അപ്ഡേറ്റഡ്. സോ വെയിറ്റ്. ഓക്കെ, NR7 ബ്രേക്ക്ഔട്ട്, NR7 നോർമൽ റേഞ്ച് 7 ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ്. ഓക്കെ, ആൽക്കിം ലബോറട്ടറി, ഭാരത് എയർടെൽ, ഇ ക്ലിയർ സർവീസ് ലിമിറ്റഡ്, ടൈറ്റാൻ കമ്പനി ലിമിറ്റഡ്. ഈ 4 സ്റ്റോക്ക് ഒരു NR7 ബ്രേക്ക്ഔട്ട് ലെവലിന്റെ ഓൾമോസ്റ്റ് അടുത്താണ്. അപ്പം ഈ സ്റ്റോക്കുകളെല്ലാം നിങ്ങൾ ആൽക്കിം, ഭാരത് എയർടെൽ, ഇതെല്ലാം നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക. മെയിനായിട്ട് ഞാൻ പറഞ്ഞ ക്രൂഡ് ഓയിൽ, ഇപ്പോൾ ഓയിൽ സെക്ടറാണ് അപ്പായിട്ട് നിൽക്കുന്നത്, അത് നിങ്ങളുടെ വാച്ച് ലിസ്റ്റോട്ടിൽ ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഈ ഒരു സൈറ്റിന് നിങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഈ സൈറ്റ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. stockedge.com, സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഇതിനെ ലോഗിൻ ചെയ്ത് വെച്ചാൽ മതി. അപ്പം ഈ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ രാവിലെ 9:15 ട്രേഡ് ചെയ്യാൻ ഇരിക്കുന്നതിന് മുന്നേ 9:30 ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നോക്കുക അഡ്വാൻസ് ഡിക്ലൈൻ എത്രയാണ്. ഓക്കെ, ഇൻഡിസൈഡ്സിൽ വന്നിട്ട് നോക്കുക. ഓക്കെ, അഡ്വാൻസ് ഡിക്ലൈൻ ഗെയിനർ ആരൊക്കെയാണ്. ഞാൻ അപ്പം ഇന്ന് മാർക്കറ്റ് നിഫ്റ്റി ഡൗൺ ആണ്, ബാങ്ക് നിഫ്റ്റി ഡൗൺ ആണെങ്കിൽ നേരെ ലൂസറിൽ പോവാം. ലൂസറിൽ ഏറ്റവും കൂടുതൽ ഡൗൺ ആയിട്ടുള്ള സെക്ടർ ഏതാന്ന് നോക്കുക. ഓക്കെ, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻഡെക്സ് ഡൗൺ ആണ്, നിഫ്റ്റി ഡിഫൻസ് ഡൗൺ ആണ്, മെറ്റൽ ഡൗൺ ആണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഡൗൺ ഏതാന്ന് നോക്കുക. അപ്പോൾ ഡൗൺ ആയി നോക്കിയാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനകത്ത് നിഫ്റ്റി CPSE എന്ന് പറഞ്ഞ സെക്ടറാണ് ഡൗൺ. അപ്പോൾ അതിനകത്ത് സ്റ്റോക്ക് എടുക്കുക. അതിനകത്ത് സ്റ്റോക്ക് എടുത്തിട്ട് അതിനകത്ത് ലൂസറിൽ ക്ലിക്ക് ചെയ്യുക. ലൂസറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ലൂസർ വരും. ഓക്കെ, NBCC, പവർ ഗ്രിഡ്, കോൾ ഇന്ത്യ, ഓയിൽ ഗ്യാസ് കോർപ്പറേഷൻ, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, NTPC. ഇന്നത്തെ ഡൗൺ സ്റ്റോക്ക് ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഡൗൺ പവർ ഗ്രിഡ് എടുത്തിട്ട് പവർ ഗ്രിഡിന്റെ ചാർട്ട് ഓപ്പൺ ചെയ്യുക. ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് നോക്കുക. ഓക്കെ, പവർ ഗ്രിഡ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് കണ്ടോ, നല്ലൊരു ഫാളാണ് തന്നിട്ടുള്ളത്. അപ്പം ഇവിടെ നിങ്ങൾ ഇന്നത്തെ പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് ഈ ലോ മാർക്ക് ചെയ്ത് വെക്കുക. ഈ ലോ മാർക്ക് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഈ ലോ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക. ഇതിന്റെ താഴോട്ട് ഇത് ബ്രേക്ക് ചെയ്ത് വീഴണം. ഇതിന്റെ ലോ ചെറിയൊരു ടൈം ഫ്രെയിമിലോട്ട് ഇതിനെ മാറ്റുക. ഓക്കെ, ഇൻട്രാഡേ സോ ഇതിനകത്ത് വരുന്നില്ല. ഓക്കെ, ഇതിനെ നിങ്ങൾ ചാർട്ടിൽ പോയിട്ട് ഇതിനെ ചേഞ്ച് ചെയ്യുക. ഇതിനെ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങളുടെ ചാർട്ടിൽ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റോക്ക് പിക്ക് ചെയ്തിട്ട് ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ഇൻട്രാഡേ ചെയ്യാം, ക്യാഷ് മാർക്കറ്റിൽ ചെയ്യുന്നവർക്ക് ക്യാഷ് മാർക്കറ്റിൽ ചെയ്യാം. അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കുക. സോ ഇത് നിങ്ങളെ പരിചയപ്പെടുത്തിയാണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ സാധനം. നിങ്ങൾ ഇത് വെച്ചിട്ട് നമ്മുടെ ട്രേഡിങ്ങിൽ കൂടുതൽ ഈസി ആക്കാൻ നോക്കട്ടെ. എപ്പോഴും നമുക്ക് കൂടുതൽ ഈസി ആക്കാൻ നോക്കുന്നത് അത്രയും നല്ലതാണ്. സോ ഇതൊക്കെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെയൊക്കെ ഈ സ്റ്റോക്കുകളും ഇതിൻ്റെ ന്യൂസുകളും ഈ റിപ്പോർട്ട്സുകളും വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യേണ്ട സ്റ്റോക്കുകളും എല്ലാം ഞാൻ എൻ്റെ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം. ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് വെക്കുക. ഈ വീഡിയോയുടെ താഴെ ടെലഗ്രാം ചാനൽ ഉണ്ടാവും. സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.